ഇന്ന് നമുക്കൊരു വാഞ്ചോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വാഞ്ചോ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ ആദ്യം 2 സ്പോഞ്ച് വേണം. ബ്ലാക്ക് സ്പോഞ്ചും വൈറ്റ് സ്പോഞ്ചും വേണം. അപ്പോൾ അത് ഞാനൊരു 4 പീസായിട്ടാണ് 2 സ്പോഞ്ചും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് 2 വാഞ്ചോ ചെയ്യാനുള്ള സ്പോഞ്ച് കിട്ടും, കേക്ക് കിട്ടും. കാരണം 2 പീസും ബ്ലാക്കും 2 പീസ് വൈറ്റും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കറക്റ്റായിട്ട് രണ്ടും ഒരേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ സിറഫ് എടുത്ത ശേഷം ആ സിറഫിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൊടുത്ത്, അപ്പോൾ മിൽക്ക് മെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പോഞ്ചിലേക്ക് ആ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത സിറഫ് കൊടുക്കുമ്പോൾ ആ സ്പോഞ്ചിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നമുക്കൊരു ഇതായി തോന്നും. ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടും. പിന്നെ സിറഫ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ കുറേ ഷുഗർ വാരിയിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ 1:2 എന്നുള്ള രീതിയിൽ ഒരു കപ്പ് ഷുഗർ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കറക്റ്റായിരിക്കും. അതിനകത്ത് ഒരു ചെറിയ ലെമൺ പീസും പിന്നെ ഒരു സിനമൺ പൗഡർ, പട്ട, അതിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ ആ സിറപ്പിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും. അതിൽ മിൽക്ക് മെയ്ഡും കൂടെ കൊടുത്ത് ഇതിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു നല്ലൊരു കേക്കിനൊരു നല്ല ഇത് അപ്പം തന്നെ അത് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വൈറ്റ് ട്രഫിൾ കൊടുക്കുകയാണ്. 3 പീസിലും നമ്മൾ വൈറ്റ് ട്രഫിൾ കൊടുത്ത ശേഷം ഈ ഡാർക്ക് സ്പോഞ്ച് അതിലേക്ക് കുറച്ച് ഡാർക്ക് ട്രഫിളും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രഫിൾ ഉണ്ടാക്കുന്നതൊക്കെ വൈറ്റ് ട്രഫിളും ഡാർക്ക് ട്രഫിളിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അതിനകത്ത് എൻ്റെ ചാനലിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിനകത്തേക്ക് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ഡാർക്ക് ചിപ്സ്, വൈറ്റ് ചിപ്സ് അതൊക്കെ കൊടുത്ത ശേഷം കുറച്ച് പ്രോളിനും കൂടെ നമ്മൾ കൊടുക്കും. പിന്നെ ഈ കാഷ്യൂ നട്ട്, റോസ്റ്റഡ് കാഷ്യൂ നട്ടാണ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരത്തെ തന്നെ കാഷ്യൂ കുറച്ച് റോസ്റ്റ് ചെയ്ത ശേഷം മാറ്റി വെക്കണം. ചൂട് തണിഞ്ഞ ശേഷം വേണം ഇതിനകത്തേക്ക് കൊടുക്കാൻ. ചൂടോടുകൂടി ഈ കേക്കിലേക്ക് കൊടുക്കരുത്. പിന്നെ അതിന് ശേഷം കുറച്ച് പ്രോളിനും കൂടി കൊടുക്കുന്നുണ്ട്. ഈ പ്രോളിൻ കൊടുത്ത് കേക്ക് ഇതായതിനു ശേഷം സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നന്നായിട്ട് ക്രീം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കേക്ക് എൻ്റെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഇതിൻ്റെ അകത്ത് വൈറ്റ് ട്രഫിൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് ബ്ലാക്കും വൈറ്റും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. മുകളിൽ വൈറ്റ് ട്രഫിൾ ഒഴിക്കുമ്പോഴും ഡാർക്ക് ട്രഫിൾ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവറായിട്ട് ചൂടായി പോകരുത്, ചൂട് കുറഞ്ഞു പോകരുത്. ഇതൊരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വാഞ്ചോ ചെയ്യുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് അങ്ങോട്ട് രണ്ടും കൂടി ഒന്ന് നല്ല ബ്ലെൻഡായി നിൽക്കണം. അപ്പോൾ അതിനാണ് ചൂട് കറക്റ്റായിട്ട് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ ഉള്ളതാണ് വാഞ്ചോ. നമുക്ക് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.